ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ഈശോ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിയയിലേക്ക് മടങ്ങിപ്പോയി. ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എപ്രകാരം ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ ശക്തി സ്വീകരിക്കുന്നത് എന്താണ്? ഭൗതികമായ ശക്തി, അല്ലെ? ഈ ഭൂമിയില് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെ? ഭൗതികമായ ശക്തിക്കും സമ്പത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഇവിടെയാണ് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തില് നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭൗതികമായ ശക്തിക്കല്ല, മറിച്ച് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ആത്മാവിന്റെ ശക്തിയോടുകൂടി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഈശോ പ്രവർത്തിച്ചത് ആത്മാവിന്റെ സഹായത്താൽ, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് അവനെല്ലാം ചെയ്തു. ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ എന്റെ ശക്തി സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഈ മനുഷ്യനിൽ നിന്നോ ഭൗതികമായ ശക്തിയുടെ പിന്നാലെ ഞാൻ ഓടിയാല് ജീവിതത്തില് ഉറപ്പായിട്ടും എനിക്ക് ലഭിക്കുന്നത് പരാജയമാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഈ ശക്തി സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങേ. തമ്പുരാൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും. എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാപത്തിന് ഞാൻ അടിമപ്പെട്ടു പോവില്ല. എൻ്റെ ജീവിതം എപ്പോഴും വിശുദ്ധിയുള്ളതായിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഭൗതികമായ ശക്തിക്ക് പ്രാധാന്യം കൊടുക്കാതെ ഈ ഭൂമിയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാനായിട്ട് ആത്മാവിന്റെ സഹായത്താല് ദൈവത്തോട് ചേർന്നിരുന്ന് വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.